ഹലോ, ഇന്ന് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽത്തി മില്ലറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ. ഇതിനായിട്ട് ഞാൻ ബാജറയുടെ ആട്ടയാണ് എടുത്തേക്കണേ. സാധാ ആട്ട കുഴയ്ക്കും പോലെ ഉപ്പും വെള്ളവും ചേർത്ത് ആട്ടയുടെ കൺസിസ്റ്റൻസിയിൽ കുഴച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ബോളായിട്ടോ കുറച്ചുകൂടെ നീളത്തിൽ തിന്നായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതൊരു സ്റ്റീമറിൽ വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗ്ലൈസമിക് ഇൻഡെക്സും കാർബോഹൈഡ്രേറ്റ്സും വളരെ കുറഞ്ഞ അളവിലുള്ള ഒരു മില്ലറ്റാണ് ബാജറ. ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്താൽ ഇതൊക്കെ വെന്ത് കിട്ടും. അതെല്ലാം വെന്ത് റെഡിയായി. ഇനി നമ്മൾ ഒരു കടായിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് കുറച്ച് ഗാർലിക് ചെറുതായി അരിഞ്ഞത് ക്യാരറ്റും ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ക്യാബേജ് ചോപ്പ് ചെയ്തതാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പും ചേർത്ത് പെപ്പറും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചത് ഇതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ നന്നായി മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ചീസ് ഉണ്ടെങ്കിൽ ചീസും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി സോസും കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വളരെ ഹെൽത്തിയായ മില്ലറ്റിൻ്റെ ഒരു റെസിപ്പിയാണ്. ഇതൊക്കെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തയച്ചാൽ ഭയങ്കര ഹെൽത്തിയാണ്. അവർക്ക് പെട്ടെന്ന് വിശക്കില്ല. എല്ലാ ന്യൂട്രിയൻസും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യണ കാരണം കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഹെൽത്തി മില്ലറ്റ് റെസിപ്പി റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമ്മൾ ടിഫിനിലിട്ട് കൊടുത്തു വിടാം കുട്ടികൾക്ക്. കുറച്ച് ചിക്കൻ ബോയിൽ ചെയ്ത് ഷ്രെഡ് ചെയ്ത് ഇതിനകത്ത് മിക്സാക്കി ഒന്നും കൂടെ ടേസ്റ്റിയും ഹെൽത്തിയും ആവും. മുട്ട ഇഷ്ടമുള്ളവർക്ക് കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് സൂപ്പിയാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചാലും വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കുറച്ച് സൂപ്പിയാക്കിയിട്ടാണ് കഴിക്കണേ. സ്കൂളിൽ കൊടുത്തയക്കുമ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഡ്രൈ ആയിട്ട് കൊടുത്തയച്ചു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വെയിറ്റ് ലോസിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഈ മില്ലറ്റ് റെസിപ്പി ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഇത്തരം ഹെൽത്തി റെസിപ്പികൾക്ക് ആയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.